രാഹുൽ, കഴിഞ്ഞ കുറച്ചു നാളായി കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, വോട്ട് വിഹിതം പരിശോധിച്ചാൽ, അവിടെ ഇടതുപക്ഷത്തെ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന ഹൈന്ദവ വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ചില സാമുദായിക നേതാക്കളെങ്കിലും പരസ്യമായി വിമർശനം ഇടതുപക്ഷത്തിന് നേരെ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് അദ്ദേഹം പഴയതുപോലുള്ള ഒരു ഐക്യപ്പെടലോ പിന്തുണയോ ഒന്നും നൽകിയിരുന്നില്ല ഇടതുപക്ഷത്തിന്, CPM-ന് എന്നത് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് 2 ദിവസമായി ഞാൻ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിലേക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അദ്ദേഹം ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരങ്ങളിൽ അവിടെ NSS-മായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഷർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ് എന്ന് പറയുമ്പോൾ തന്നെ ശിവഗിരി മഠത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സമീപനം, അതായത് ഒരു ഹിന്ദു ഏകീകരണം ആവശ്യമാണ്, ഹിന്ദു ഐക്യം ആവശ്യമാണ് എന്ന നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ എത്തുമ്പോൾ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാവുക ഇടതുപക്ഷത്തിനായിരിക്കുമോ? അതില് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, സ്വാമി സച്ചിദാനന്ദ ഒരു പ്രസംഗം നടത്തുന്നു, അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉന്നയിക്കുന്നു. അതിനെ സംബന്ധിച്ച് തുടർന്ന് സംസാരിക്കുന്ന മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പ്രതിപാദിച്ചു പോകുന്നു. ആ വിഷയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതോടുകൂടി എല്ലാ വോട്ടുകളും വന്ന് ഇടതുപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ CPM-ലേക്ക് കേന്ദ്രീകരിക്കുമെന്നുള്ള ഒരു ചർച്ച തന്നെ അസംബന്ധമായ ഒരു ചർച്ചയാണ്. അതൊരു വിഷയത്തെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു ചർച്ചയാണ്. ശ്രീകുമാർ സാർ വളരെ ശ്രദ്ധിച്ചിരുന്നത്, അദ്ദേഹം ഈ ഒരു വിഷയത്തെ വളരെ ബുദ്ധിപരമായി കോൺഗ്രസിന് ഈ നവോത്ഥാനത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസിന് കേരളത്തെ മുന്നോട്ട് നടത്താനുള്ള ഒരു നീക്കത്തിലോ യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധവും ഇല്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതൊന്ന് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. എന്താ വിഷയം? എന്താ കേരളത്തെ ഒരു വിഷയത്തിൽ ഒരു പരിഷ്കൃത, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത്തരം ഒരു വിഷയം പോലും നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം ഇതൊരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം ഒരു വിഷയത്തിന് തന്നെ പ്രസക്തി ഇല്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സംസാരത്തിലുടനീളം സൂചിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെയോ മാത്രം ഒരു ഉത്തരവാദിത്തമാണെന്ന് കരുതുന്നത് തന്നെ കേരളത്തെ പിന്നിലേക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എല്ലാ സാമുദായിക സംഘടനകളും, എല്ലാ സാമൂഹ്യ സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഏതൊരു തരത്തിലുള്ള അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ ഒരു മുന്നണി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കേരളം പോലൊരു സമൂഹത്തിൽ നടക്കേണ്ടത്. നമ്മൾ അങ്ങനെ രൂപപ്പെട്ടു വന്നൊരു സമൂഹമാണ്. ഈ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലടക്കം അദ്ദേഹം സൂചിപ്പിച്ച ശരിയാണ്, നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലടക്കം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ് വലിയ പങ്കുണ്ട്. അവിടെ ശ്രീ രാഹുൽ, താങ്കൾ പറഞ്ഞതിന്റെ യുക്തിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ പോലും നമുക്കറിയാമല്ലോ മറ്റ് ഇതര മതവിഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പരാമർശം, ഇപ്പോൾ ഭക്ഷണം എന്നത് നമ്മുടെ ഒരു അവകാശമാണ്, വസ്ത്രം എന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്ന മറ്റിതര മതങ്ങളിലടക്കം ഇത്തരം വസ്ത്രധാരണ രീതികളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സമയമുണ്ട്. അന്നൊക്കെ ഇടതുപക്ഷം ഇതൊരു വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിക്കുന്നു. അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം, വിശ്വാസപ്രകാരം അങ്ങനെ വസ്ത്രം ധരിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുകയും ഇപ്പുറത്ത് തിരിച്ചൊരു പ്രസ്താവനയിലേക്ക് പോവുകയും ചെയ്യുന്നില്ലേ എന്ന് സംശയിക്കുന്നു. ഇതിന് നമ്മൾ ഇപ്പുറത്തുനിന്ന് കണ്ട കാര്യം ഓരോ വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിക്കാം. ഇപ്പോ സ്വാമി സച്ചിദാനന്ദ പറയുന്ന അതേ വിഷയം തന്നെയാണ് നേരത്തെ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞത്. ഇപ്പൊ സ്വാമി ചിദാനന്ദപുരി പറയുന്ന സമയത്ത് അത് ഒരു രീതിയിലും ഒരു ചർച്ച, ഇത്തരത്തിലൊരു വലിയ ചർച്ചയിലേക്ക് വന്നിട്ടില്ല. ശ്രീ രാഹുൽ, അതായത് ഏതെങ്കിലും സന്യാസി സമൂഹം പറഞ്ഞതിന്റെ പേര് മാത്രമല്ല, അതിന് മുഖ്യമന്ത്രി കമന്റ് ചെയ്തു എന്നുള്ളിടത്താണ് ചർച്ച ആരംഭിച്ചത്. തീർച്ചയായും ഇത്തരം സാമൂഹികമായ മാറ്റം അല്ല, ഞാനൊന്ന് ഇടപെടുന്നത് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം എനിക്ക് പൂർണ്ണമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ല. താങ്കൾ അന്ന് സ്വാമി പറഞ്ഞത് കൊണ്ട് ചർച്ചയായില്ല, ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞപ്പോൾ ചർച്ചയായി എന്ന് അല്ല. ഈ ആവശ്യം SNDP ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അതിൽ കമന്റ് ചെയ്യുമ്പോഴാണല്ലോ കുറച്ചുകൂടി ആ വിഷയത്തിന് ഗൗരവം വന്നത്. അങ്ങനെയാണ് ചർച്ചയായത്. തീർച്ചയായും അല്ല, അതിനെ തന്നെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ സ്വാമി ചിദാനന്ദപുരി എന്ന് പറയുമ്പോ, ഇപ്പോ ഉദാഹരണത്തിന് സ്വാമി ചിദാനന്ദപുരി ഈ സംഘപരിവാറുമായി അടുത്ത് നിൽക്കുന്ന, BJP-യുമായി അടുത്ത് നിൽക്കുന്ന ഒരു സന്യാസി സമൂഹമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് വ്യക്തിപരമായി കൂടി അറിയാവുന്ന ഒരാളാണ്.
അപ്പൊ അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാടിന് അപ്പൊ അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല. പക്ഷെ അതേസമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള രൂപത്തിൽ ഒരു വിഷയം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോ ചരിത്രപരമായി തന്നെ ആ വിഷയത്തെ പരിശോധിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതിനകത്ത് തന്നെ വലിയ പിശകുകളുണ്ട്. ഇപ്പൊ ഇവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകളായി ആളുകൾ ക്ഷേത്രത്തിൽ കയറുന്നതിനെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചു. അപ്പം വെവ്വേറെ ആയിട്ടുള്ള സമുദായങ്ങൾക്ക് വെവ്വേറെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ വെവ്വേറെ ക്ഷേത്രങ്ങളിൽ എല്ലാവരും ആരാധിച്ചിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരിടത്തേക്ക് വരാൻ, ആ ഒരിടത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോ വസ്ത്രദാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് സ്ത്രീകൾക്കടക്കം മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഇന്നവർ ധരിച്ചുകൊണ്ടാണല്ലോ കയറുന്നത്. അപ്പൊ നമ്മളൊരു നൂറ്റാണ്ടിൽ നിന്ന് പരിഷ്കൃത സമൂഹമായി മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടോ. അപ്പൊ സ്വാഭാവികമായും എല്ലാവർക്കും ഇഷ്ടമുള്ള വസ്ത്രം, ഈ ആരാധന എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അപ്പൊ ഏത് വസ്ത്രം ധരിച്ചുകൊണ്ട് കയറണം, എങ്ങനെ ആരാധിക്കണം, ഒരു വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത്തരത്തിലൊരു പരിഷ്കൃത സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളുടെ കൂടി അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അതിന് രാഷ്ട്രീയം, ഇപ്പൊ ഉദാഹരണത്തിന് സ്വാമി സച്ചിദാനന്ദ എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. അതേസമയത്ത് SNDP എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചില താല്പര്യങ്ങൾ കൂടിയുള്ള ഒരു സാമുദായിക സംഘടനയാണ്. NSS എന്നുള്ളതും രാഷ്ട്രീയമായി ചില താല്പര്യങ്ങൾ കൂടിയുള്ള ഒരു സാമുദായിക സംഘടനയാണ്. അപ്പൊ ഇതിനകത്തേക്ക് രാഷ്ട്രീയത്തെ കൊണ്ട് കലർത്തിക്കൊണ്ട് അതിനെ ഉപയോഗിച്ചെടുത്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെ ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുന്നതല്ല ശ്രീ രാഹുൽ. താങ്കൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് പ്രസംഗം ആരംഭിക്കുന്നു. ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒന്ന്, ഇടയ്ക്കെങ്കിലുമൊക്കെ അത് ഉയർന്നു വരുന്നുണ്ട്, അതിലേക്ക് തിരികെ പോകണം എന്ന് പറയുമ്പോൾ അതൊരു ബ്രാഹ്മണിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒന്നാണ്, അത് രാജഭരണത്തെ പിന്തുണയ്ക്കുന്ന ഒന്നാണ് എന്ന തരത്തിൽ പറഞ്ഞു ചേർത്ത് വെച്ചുകൊണ്ടുകൂടി മുഖ്യമന്ത്രി തീർച്ചയായും തന്നെയാണ് ഇടതുപക്ഷം കാലങ്ങളായി പറയുന്നതും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേരളം ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് കേരളത്തെ മുന്നോട്ട് നടത്തുന്ന അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു നവോത്ഥാന പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി എനിക്ക് തോന്നുന്നു കെ സുധാകരനും അതിനെ സംബന്ധിച്ച് അത്തരം ഒരു വിഷയം തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരു ഒരു സനാതന ധർമ്മത്തെ പിന്തുടരുന്ന ഒരാളല്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി, അത് CM വളരെ വ്യക്തമായി അതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ ആ പ്രസംഗത്തിലുണ്ട്. നേരത്തെ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതലായി പോകാത്തത്. അത് വളരെ ക്ലാരിറ്റി, അങ്ങനെ തന്നെയാണ്. ആവശ്യം പറഞ്ഞിട്ട് അങ്ങ് പോകരുതേ, നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് തന്നെ പോവാം. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മം ശ്രീനാരായണ ഗുരു പറഞ്ഞു. അല്ലല്ല, നിങ്ങള് ഇല്ലാത്തത് പറഞ്ഞിട്ട് അങ്ങ് പോകല്ലേ, അങ്ങ് പോവാന്ന് കരുതരുതേ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞോ നിങ്ങളോട്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ലിറ്ററേച്ചേഴ്സിനകത്ത് പറഞ്ഞോ സനാതന ധർമ്മത്തിനെതിരാണ്? അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാനിവിടെ കോട്ട് ചെയ്താണ് സംസാരിച്ചത്. താൻ സനാതന ധർമ്മത്തിന്റെ വക്താവാണ് എന്നുള്ള കാര്യം. ശങ്കരന്റെ മതം തന്നെയാണ് തന്റെ മതമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളെ വളച്ചൊടിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കരുത്. നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ താല്പര്യം അല്ല ശ്രീനാരായണ ഗുരുദേവന്റെ താല്പര്യം. ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച ദർശനങ്ങൾ, ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ കവിതകൾ, അദ്ദേഹത്തിന്റെ ജീവിതം, ഇതെല്ലാം മുന്നോട്ട് വെച്ച ദർശനം എന്താണ്, ആശയം എന്താണെന്നുള്ളത് പറഞ്ഞ വർഷവും പറഞ്ഞ തീയതിയും പറഞ്ഞ വേദിയും ഉൾപ്പെടെ കോട്ട് ചെയ്താണ് ഞാൻ ഇവിടെ പറയുന്നത്. 1927 പള്ളാതുരുത്തിയിൽ ശ്രീനാരായണ ഗുരുദേവൻ അവസാന യോഗത്തിൽ പങ്കെടുക്കുമ്പോ ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന സനാതന ധർമ്മം എന്ന് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രസംഗത്തിൽ 2-3 സ്ഥലത്ത് സനാതന ധർമ്മം അദ്ദേഹം എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ പറഞ്ഞ വിവരക്കേടിനെ ഇവിടെ വന്നിരുന്ന് ഓൺ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഫാക്ച്വലി കട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ബാധ്യതയും കൂടി താങ്കൾക്കുണ്ടാവും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഗുരു തന്നെ പറഞ്ഞു വെച്ചിട്ട് പോയി. ഈ RSS ചെയ്തിട്ടുള്ളത്, BJP ചെയ്തിട്ടുള്ളത്, ഗുരുവിനെ ആദ്യഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ നോക്കി. ഗുരു ഇങ്ങനെ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗുരുവിനെ ഫ്ലോട്ടിൽ നിന്നടക്കം ബഹിഷ്കരിക്കാൻ നോക്കി. അങ്ങനെ ഗുരു വഴങ്ങാത്ത ഒരാളായി നിൽക്കുന്നത്. ഞാനൊരു ജാതിയുടെ മതത്തിന്റെ ഭാഗമായി ഇപ്പോഴും ഗുരു എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പോയി ശിവഗിരിയിൽ ഉൾപ്പെടെ ചെന്ന് ഗുരു എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ ഘടകവിരുദ്ധമായിട്ട് പറയുകയാണ്. അതിനെ ചൂണ്ടിക്കാണിച്ചാല് അത് മനസ്സിലാക്കുവാനോ തിരുത്തുവാനോ ഉള്ള മനസ്സോലുമില്ല. പകരം സംഘപരിവാറിന്റെ നേരെ വരുവാണ്. നിങ്ങൾ സംഘപരിവാറിന്റെ നേരെ വരണ്ടാന്നേ. നിങ്ങൾ സംഘപരിവാറിന്റെ നേരെ കുറച്ചു നേരത്തെ ശ്രീകുമാർ സാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്തിനാണ് സംഘപരിവാറിന്റെ കൂടെ? സനാതന ധർമ്മം എന്ന് പറയുന്നത് ഇവിടുത്തെ മുഴുവൻ ഹിന്ദു വിശ്വാസികളുടേതുമാണ്. ആ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ അതിന്റെ വക്താവും പ്രയോക്താവുമായിരുന്നു. നിങ്ങൾ അതിനെ തള്ളിപ്പറ
പറയുമ്പോൾ നിങ്ങൾ ശ്രീ രാഹുൽ, തള്ളി പറയണം. ശ്രീ യുവരാജ് ദയവായി ശ്രീ രാഹുൽ, അത് തന്നെയാണോ, അതായത് ഈ സംശയം തന്നെയാണോ ഇടതുപക്ഷത്തിനുള്ളത്? അതായത് ഈ ഹൈന്ദവ ഏകീകരണം, ഞാൻ അതാണ് ചോദിച്ചു വന്നത്. അതായത് സനാതന ധർമ്മം എന്നതിന്റെ പേരിൽ ഒരു ഹൈന്ദവ ഏകീകരണം നടക്കുന്നു എന്ന് കരുതുക, അത് അപകടകരമാകും, അത് ഇടതുപക്ഷത്തിന് അപകടകരമാകും എന്നൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന സംശയമാണ് ഞാനും ഉന്നയിച്ചത്. ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെ ഇടതുപക്ഷമടക്കവും എപ്പോഴും പിന്തുണച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുമോ? അങ്ങനെ പൂർണ്ണമായും പറയാൻ സാധിക്കുമോ ശ്രീ രാഹുൽ താങ്കൾക്കും? ഈ ഹിന്ദു ഐക്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യം കൊണ്ട് RSS ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ വളരെ ഐഡിയോളജിക്കലായി വലിയ ചർച്ച വേണ്ട കാര്യമാണ്. ഹിന്ദു ഐക്യം എന്നുള്ളത് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പൊതുവിൽ പറയുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങൾ തന്നെ ഓരോ വിഷയമായി പരിശോധിച്ചാൽ ജാതിപരമായ വിവേചനം, അത് ഈ ഹിന്ദു ഐക്യത്തിനുള്ളിൽ തന്നെ ജാതിപരമായ വിവേചനം നിലനിർത്തിക്കൊണ്ടാണ് ഈ ഹിന്ദു ഐക്യത്തെ കുറിച്ച് പറയുന്നത്. അത് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിനപ്പുറത്തേക്ക് അത്തരം ഒരു ഐക്യവും രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഐക്യം രൂപീകരിക്കുന്നതോടുകൂടി ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു ഐക്യം രൂപപ്പെടുമെന്നോ ഇന്നും ഇടതുപക്ഷം ഒരു കാലത്തും കരുതുന്നില്ല. അങ്ങനെ ഒരു ഇതിന്റെ പുറത്തുമല്ല ഒരു ചർച്ച. അല്ല, അങ്ങനെയെങ്കിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടായിരിക്കാം സുകുമാരൻ നായരെ തള്ളിപ്പറയാതെ പോയത്? എന്തുകൊണ്ടായിരിക്കാം നിശബ്ദത പുലർത്തിയത് എന്നാണ് ഞാൻ താങ്കളുടെ ഒരു റീഡിംഗ് മാത്രമാണ് കേട്ടോ ചോദിക്കുന്നത്. അത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ ഓരോ ഘട്ടത്തിലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരാളാണ്. എന്താണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് ക്ലിയറായി അറിയാത്ത ഒരാളാണ്. അദ്ദേഹം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് വളരെ രൂക്ഷമായി VD സതീശനെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതാണ്. ഇപ്പോ സ്വാമി സംസാരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഒരു രാഷ്ട്രീയ അധികാരം കൂടി ലക്ഷ്യം വെക്കുന്ന ഒരു സാമുദായിക സംഘടനയുടെ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ പലതും അതിനകത്ത് ഉണ്ടാകാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത്തരത്തിലൊരു ഏകീകരണത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയോ കാണുന്നുമില്ല. അങ്ങനെ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഒരു ഏകീകരണത്തിന് കേരളത്തിന്റെ ഒരു നവോത്ഥാന മനസ്സ് എല്ലാവരുടെയും ഒരു ഏകീകരണമാണ്, എല്ലാ മതങ്ങളുടെയും ഒരു ഏകീകരണമാണ് മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം, ക്രിസ്ത്യാനികളുടെ ഏകീകരണം, അങ്ങനെ ഒരു ഏകീകരണത്തെ വെച്ചുകൊണ്ടൊന്നും കേരളത്തിന്റെ നവോത്ഥാന മനസ്സ് ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ NSS പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുമല്ല കേരളത്തിലുള്ളത്, SNDP പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു സാമുദായിക സംഘടനകളുടെയും നേതാക്കന്മാരുടെ അല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഒരു പരിഷ്കരണത്തെ കുറിച്ച് എല്ലാ മത സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും അഭിപ്രായം പറയാൻ സാധിക്കുമോ എന്ന് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ തന്നെ ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് അടക്കം പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുമോ എന്ന്. തീർച്ചയായും വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ സുകുമാരൻ നായർ അടക്കമുള്ള ആളുകളുടെ നിൽക്കുകയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെന്ന് മണിയടിച്ച് അകത്തേക്ക് കയറ്റുകയും ചെയ്ത ഒരു ചരിത്രം നമ്മുടെ പിന്നിലുണ്ട്. ഷർട്ട് ഇടണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കയറാൻ കഴിയുമായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് കൂടി NSS നായർ സമൂഹവും സുകുമാരൻ നായരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാലം കൂടി ഉണ്ട്. ആ ചരിത്രത്തെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രം പറയുമ്പോൾ ഈ വർത്തമാന കാലത്ത് നിന്ന് നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ പുറത്തു നിന്ന് കണ്ടിരുന്ന കാര്യമാണ് അകത്ത് നിന്ന് നമ്മൾ അഭിപ്രായം പറയുന്നതെന്ന് കൂടി ആലോചിക്കണം. അതൊരു വലിയ സമരമാണ്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരടക്കം നേതൃത്വം കൊടുത്തൊരു സമരമാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്.